പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മൾ ഇന്ന് +2 തുല്യതയുടെ മലയാളം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മുൻ വർഷ പരീക്ഷകളിൽ ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കല്ലുകൊണ്ടോ മനം താവകമാകില്ല, കല്ലിനും ആർദ്രതയുണ്ടിതു കാണുമ്പോൾ. ആരുടേതാണീ വരികൾ? ഉത്തര ഗാന്ധാരി, പാഞ്ചാലി, സുഭദ്ര. ഉത്തരം ഗാന്ധാരി. തകഴിയുടെ ഏത് കഥയിലെ കഥാപാത്രമാണ് ചേന്നപ്പറയൻ? ജീവൻ്റെ വഴി, വെള്ളപ്പൊക്കത്തിൽ, നിത്യകന്യക, മാഞ്ചോട്ടിൽ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, ഇങ്ങനെ പറഞ്ഞതാര്? തള്ളക്കോഴി, കോഴിക്കുഞ്ഞ്, പാമ്പ്, കാക്ക. തള്ളക്കോഴി. മച്ചാട് ഇളയത് ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഒപ്പനപ്പാട്ടുകൾ, തിരുവാതിരക്കളിപ്പാട്ടുകൾ, മാർഗംകളിപ്പാട്ട്, കോൽക്കളിപ്പാട്ടുകൾ. ഉത്തരം തിരുവാതിരക്കളിപ്പാട്ട്. അടുത്ത ചോദ്യം, കഷ്ടം തന്നെ. സത്യം ഇത്ര നിർദ്ദയമായി പറയാവോ? ഒരു മയമൊക്കെ വേണ്ടയോ? ഏത് ചെറുകഥയിലേതാണ് ഈ വാക്യം? പടിയിറങ്ങിപ്പോയ പാർവതി, ഗൗളി ജന്മം, സ്ത്രീ ഭഗവതി, പനിക്കണ്ണ്. ഉത്തരം ഗൗളി ജന്മം. സുകൃതം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? MT വാസുദേവൻ നായർ, T പത്മനാഭൻ, S ജോസഫ്, സത്യൻ അന്തിക്കാട്. ഉത്തരം MT വാസുദേവൻ നായർ. ആരും പണിയാത്ത വലിയ വീട്ടിൽ താമസിക്കുന്നത് ആര്? വീട്ടുകാർ, നാടോടികൾ, കുട്ടികൾ, വിദേശികൾ. നാടോടികൾ. അടുത്ത ചോദ്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺഗൗളിക്കും കഴിയും? ഇങ്ങനെ പറഞ്ഞതാര്? ഡോക്ടർ, കഥാകൃത്ത്, പെൺഗൗളി, ആരതി. ഉത്തരം പെൺഗൗളി. വിവാഹത്തോടനുബന്ധിച്ച് മുസ്ലിം സ്ത്രീകളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമേത്? മാർഗം കളി, വട്ടപ്പാട്ട്, ഒപ്പന, കുമ്മി. ഉത്തരം ഒപ്പന. ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങൾ എന്ന അഭിപ്രായം ആരുടേതാണ്? നെഹ്റു, ജെഫേഴ്സൺ, സുകുമാർ അഴീക്കോട്, ഗാന്ധിജി. ഉത്തരം ജെഫേഴ്സൺ. നായ കേന്ദ്ര കഥാപാത്രമായി വരുന്ന തകഴിയുടെ ചെറുകഥ ഏത്? നിത്യകന്യക, വെള്ളപ്പൊക്കത്തിൽ, വളർത്തുമൃഗങ്ങൾ, കൃഷിക്കാരൻ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. ചെയ്തെടുത്തോളം ചികിത്സ മതി ഡോക്ടർ, ഞാൻ നാട്ടിൽ പോണു, അവിടെ കിടക്കാം. ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ആര്? മാലിനി, രവി, ഉണ്ണി, ബാബു. ഉത്തരം രവി. അടുത്ത ചോദ്യം, ജീവിതപ്പോരിൽ അപജയം സംഭവിച്ചത് ആർക്കാണ്? സോദരന്, മകന്, പിതാവിന്, ഭീരുവിന്. ഉത്തരം സോദരന്. അടുത്ത ചോദ്യം, ജൈവ കൃഷിയുമായി ബന്ധമില്ലാത്തത് ഏത്? രാസവളങ്ങൾക്ക് പകരം ജൈവവളം, ജൈവവളത്തിന് പകരം രാസവളം, ജൈവ കീട നിയന്ത്രണം, കമ്പോസ്റ്റ്. ഉത്തരം ജൈവവളത്തിന് പകരം രാസവളം. നമ്മുടെ മുരിങ്ങ ഉണങ്ങിയിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി. ഇത് ഏത് ചെറുകഥയിലെ വാചകമാണ്? T പത്മനാഭൻ്റെ ജീവൻ്റെ വഴി എന്ന ചെറുകഥ, തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ, ഗ്രേസിയുടെ ഗൗളി ജന്മം, ഗീതാഹിരണ്യൻ്റെ ശ്രീ ഭഗവതി. ഉത്തരം T പത്മനാഭൻ്റെ ജീവൻ്റെ വഴി. ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളത് ഏത് പർവ്വത്തിൽ നിന്നാണ്? മഹാഭാരതം കിളിപ്പാട്ട് വനപർവം, മഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവം, മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീപർവം. ഉത്തരം മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീപർവം. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്
ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ചെറുകഥ, ആത്മകഥ, നോവൽ, ജീവചരിത്രം. ഉത്തരം ചെറുകഥ. അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വെച്ച് വളർത്തിയെന്നാലും ഇവിടെ പരാമർശിക്കുന്ന അമ്മ ആരാണ്? തള്ളക്കോഴി, സാറ, ഗാന്ധാരി, പെൺകൗളി. ഉത്തരം തള്ളക്കോഴി. കൊല്ലിക്കയത്ര നിനക്കു രസമടോ, ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ശ്രീകൃഷ്ണൻ, ഗാന്ധാരി, പാഞ്ചാലി, മാലിനി. ഉത്തരം ഗാന്ധാരി. നീ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്ന ആ മരം പൊട്ടിയില്ലേ, ആരുടേതാണീ വാക്കുകൾ? ജീവൻ്റെ വഴിയിലെ ഭർത്താവിൻ്റെ വാക്കുകളാണിവ. താഴെ പറയുന്നവയിൽ ഗ്രേസിയുടെ രചന ഏത്? മാണിക്യൻ, ശബ്ദിക്കുന്ന കലപ്പ, വളർത്തുമൃഗങ്ങൾ, 2 സ്വപ്നദർശികൾ. ഉത്തരം 2 സ്വപ്നദർശികൾ. ശരിക്കും എന്താ സൂക്കേടെന്ന് ഇവിടെ നിന്നാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. ആരുടെ വാക്കുകളാണിവ? രവി, ഖാദർ സാഹിബ്, ആമിനുമ്മ, മാലിനി. ഉത്തരം ഖാദർ സാഹിബ്. ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകളിൽ 4-മത്തേത് ഏത്? പത്രങ്ങൾ. ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകളിൽ 4-മത്തേത് പത്രങ്ങളാണ്. ജൈവ കൃഷി പ്രധാനമായും ഊന്നൽ നൽകുന്നത് എന്തിന്? ജൈവ വളങ്ങൾക്ക്. ജൈവ കൃഷി പ്രധാനമായും ഊന്നൽ നൽകുന്നത് ജൈവ വളങ്ങൾക്കാണ്. കിരണാവലി എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കിരണാവലി എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി യാത്ര ചെയ്യുന്നത് ആര്? വീട്ടുകാർ. കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി യാത്ര ചെയ്യുന്നത് വീട്ടുകാരാണ്. ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് ആര്? എസ് ജോസഫ്. ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കാവ്യസമാഹാരത്തിൻ്റെ കർത്താവ് എസ് ജോസഫ്. 55-ന് ഖാദർ സാഹിബിൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ്? ഖാദർ സാഹിബിൻ്റെയും ആമിനുമ്മയുടെയും ദാമ്പത്യം തുടങ്ങിയിട്ട് 55 വർഷമായി എന്നതാണ്. കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ എന്ന് തള്ളക്കോഴി കുഞ്ഞിനോട് പറയുന്നതിൻ്റെ കാരണം എന്ത്? കാഞ്ഞ വെയിലത്ത് കാല് പൊള്ളുന്നതിനാലാണ് കുഞ്ഞേ തുള്ളാൻ സമയമില്ലെന്ന് തള്ളക്കോഴി പറയുന്നത്. കാറ്റ് തിന്നുന്ന വർഗം ഏതാണ്? പാമ്പ് വർഗമാണ് കാറ്റ് തിന്നുന്ന വർഗം. മലയാളിയുടെ സാംസ്കാരിക മുദ്രയായി കരുതുന്നത് എന്തിനെയാണ്? പത്രവായനയെയാണ് മലയാളിയുടെ സാംസ്കാരിക മുദ്രയായി കാണുന്നത്. താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആര്? ഗ്രേസി, എസ് ജോസഫ്, MT വാസുദേവൻ നായർ, T പത്മനാഭൻ. ഉത്തരം MT വാസുദേവൻ നായർ. സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേര് എന്ത്? തിരക്കഥ. സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. നീണ്ടു പോകുമ്പോൾ എല്ലാവർക്കും മടുക്കും, വേഗം തീർന്നു കിട്ടണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാനും തുടങ്ങും. ഇങ്ങനെ പറയുന്നതാര്? രവി. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? അഗ്നിച്ചിറവുകൾ. ONV കുറുപ്പിൻ്റെ പെങ്ങൾ എന്ന കവിത ഏത് കാവ്യസമാഹാരത്തിലേതാണ്? അപരാഹ്നം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.